ഹലോ എവ്രിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിന് താഴെ കമൻറ്റ് ഇട്ടിരുന്നു, ജോബ് പ്രൊഫൈലിനെ പറ്റിയിട്ടൊന്ന് പറയാമോ, FCAയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം, എക്സാം എങ്ങനെയായിരിക്കും, സിലബസ് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊരു ആൻസറുമായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നത്. നമ്മൾ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നല്ലൊരു സുവർണ്ണ അവസരം കൂടിയാണ്. FCAയുടെ പോസ്റ്റ് കഴിഞ്ഞ വർഷം 2000-ലധികം പോസ്റ്റുകൾ അഡ്വൈസുകൾ പോയ പോസ്റ്റാണ്. അപ്പോൾ ഈ വട്ടവും അത്രയും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് FCAയുടെ ജോബ് പ്രൊഫൈലിനെ പറ്റിയിട്ടും അതുപോലെ പോസ്റ്റ് ആൻഡ് സാലറി, എലിജിബിലിറ്റി ആർക്കൊക്കെയാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ്, എക്സാം പാറ്റേൺ ആൻഡ് സിലബസ്, ഇതിനെ പറ്റിയൊക്കെ ഒരു ഓവറോൾ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെയാണ് ജോബ് പ്രൊഫൈൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് കാണും, FCA എന്താണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നമുക്ക് എന്തായിരിക്കും ജോലി കിട്ടുക, ഫുഡ് സേഫ്റ്റി ഓഫീസർ പോലത്തെ ജോലി ആയിരിക്കുമോ എന്നൊക്കെ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് FCAയിൽ ചെയ്യേണ്ടത് ടെക്നിക്കൽ പോസ്റ്റാണ്, അസിസ്റ്റൻറ്റ് ഗ്രേഡാണ്, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ പോസ്റ്റാണ് അഗ്രികൾച്ചറിൻ്റേത്. നമുക്ക് കൂടുതലും വെയർ ഹൗസിലായിരിക്കും നമ്മുടെ വർക്ക് വരിക. നമ്മുടെ മെയിൻ സ്ഥലം ഇപ്പോൾ 4 സോണിലായിട്ടാണ് വരിക, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, അങ്ങനെ സോണിലായിട്ടാണ് വരിക. അപ്പം മെയിനായിട്ടും FCAയിൽ ഫോക്കസ് ചെയ്യുന്നത് വെയർ ഹൗസുകളാണ്. അപ്പം നമ്മുടെ ക്രോപ്പുകൾ അവിടെ കാണും, അതിനെ മാനേജ് ചെയ്യുക, അതുപോലെ സ്റ്റോറേജ് ഫങ്ഷൻസ് ആക്കുക, അഗ്രികൾച്ചറിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, പിന്നെ സ്റ്റോക്ക് പ്രിസർവ് ചെയ്യുക, ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ റിപ്പോർട്ട് കൊടുക്കുക, ഓരോ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട്, കെയർ, QC ക്വാളിറ്റി കൺട്രോള്, അതുപോലെ പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ജോബ് പ്രൊഫൈൽ വരിക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു അഗ്രികൾച്ചറുകാർ ചെയ്യേണ്ട എല്ലാത്തരം ജോലികളും വെയർ ഹൗസിൽ എന്തൊക്കെയാണോ അത് നമ്മൾ ചെയ്യുക. കൂടുതലും നമ്മുടെ ജോബ് വരുന്നത് വെയർ ഹൗസിൽ തന്നെയാണ്. അടുത്ത് വന്ന എല്ലാവർക്കും ഒരു സംശയമാണ്, പോസ്റ്റ് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ എത്ര ഏജ് വരെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ പോസ്റ്റാണ്. നമ്മുടെ പോസ്റ്റ് കോഡ് വരുന്നത് F ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 27 വയസ്സാണ്. അപ്പം ഇപ്പം പാസ് ഔട്ടായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് നല്ലതായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏജ് ഓവറായവർക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പം ഇപ്പം MSCയും PG, UGയും PG ഒക്കെ കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം നല്ലൊരു സുവർണ്ണ അവസരം കൂടിയാണ്. മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആണ് അടുത്ത അട്രാക്റ്റീവായിട്ട് വരുന്നത്. 28,200 രൂപ മുതൽ 79,200 രൂപ വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ബേസിക് സാലറിയാണ് 28,200, 79,200 വരെ പോകാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റും ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടാണ്. അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ പോസ്റ്റാണ് നമ്മുടെ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നു ഒന്നെങ്കിൽ BSc ഇൻ അഗ്രികൾച്ചർ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc അഗ്രികൾച്ചറിൽ BSc, അല്ലെങ്കിൽ BSc വിത്ത് എനി ഫോളോയിങ് സബ്ജക്ട് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബിരുദം വേണം. ഒന്നുകിൽ ബോട്ടണിയിൽ നിന്നാവാം, സുവോളജിയിൽ നിന്നാവാം, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഫുഡ് സയൻസ്, അങ്ങനെ ഏതിൽ നിന്നാണെങ്കിലും ഒരു ബിരുദമാണ് അത്യാവശ്യമായി വേണ്ടുന്നത്. പിന്നെ പ്രൊഫഷൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടർ, അതൊരു മാൻഡേറ്ററി ആണ്. നമ്മൾ കമ്പ്യൂട്ടർ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു സംഭവമാണ്, നമ്മൾ ഏത് സോണിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരിക, എവിടെയായിരിക്കും കൂടുതൽ വേക്കൻസി വരിക എന്നൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാൾക്ക് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു സോണിൽ മാത്രമേ, ഒന്നുകിൽ നോർത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ സൗത്ത്, അല്ലെങ്കിൽ വെസ്റ്റ്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു സോണിലേക്ക് മാത്രമേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാ സോണിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സോണിൽ candidate can apply in any one zone only, either north, south, east, west zone or north east zone, ഏതെങ്കിലും ഒരു സോണിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എ കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഓൺലി ഫോർ എനി വൺ ഓഫ് ദ പോസ്റ്റ് വിത്തിൻ ദ സോൺ. അപ്പോൾ ഞാനിപ്പം സൗത്ത് സോണിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ എല്ലാ പോസ്റ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതിൽ ഒരു പോസ്റ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഏതെങ്കിലും ഇന്ത്യയിലകത്ത് ഒരു സോണിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോസ്റ്റിന് വേണ്ടി മാത്രമേ ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അടുത്ത കൺഫ്യൂഷനായിട്ട് വരുന്നൊരു സംഭവമാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, പ്രിലിംസ് ഉണ്ടോ, മെയിൻസ് ഉണ്ടോ, മെയിൻസിൽ തന്നെ എന്താ 2 എക്സാം വരിക എന്നൊക്കെ. അപ്പം അതിൻ്റെ ഒരു ക്ലിയറൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിലിംസ് ഇപ്പോൾ 2 ടൈപ്പിലുള്ള എക്സാമാണ്, ഒന്ന് പ്രിലിംസും പിറ്റേത് മെയിൻസും. പ്രിലിംസിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്, ഫേസ് 1. ഇത് രണ്ടും വരുന്ന ഓൺലൈൻ എക്സാമാണ്. ഓക്കെ, അപ്പം പ്രിലിംസിൽ വേണ്ടുന്നത് ഒബ്ജക്റ്റീവാണ്. അത് ഫേസ് 1 എന്നാണ് പ്രിലിംസ് എക്സാമിന് അറിയപ്പെടുന്നത്. അത് ഒബ്ജക്റ്റീവ് ആയിരിക്കും.
അടുത്ത മെയിൻസ് ആണ് ഏറ്റവും ക്രൂഷ്യൽ ഇമ്പോർട്ടൻറ്റ്. പ്രിലിംസ് നമ്മൾ ജസ്റ്റ് പാസ്സായാൽ മതി, പക്ഷേ മെയിൻസിൻ്റെ മാർക്കാണ് നമ്മുടെ റാങ്കിനെ ബാധിക്കുന്നത്. അതായത് മെയിൻസ് വരുമ്പോഴും നമുക്ക് 2 എക്സാമാണ് വരിക. ഒന്ന് പേപ്പർ 1ഉം പേപ്പർ 2. പേപ്പർ 1 നമ്മൾ അടുത്ത സ്ലൈഡ് അതിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. അപ്പം പേപ്പർ 1ഉം പേപ്പർ 2വിനെ പറ്റി പറയുകയാണെങ്കിൽ കാൻഡിഡേറ്റ് വിൽ അപ്പിയർ പേപ്പർ 1 ടു ബി ഫോളോഡ് ബൈ പേപ്പർ 2. പേപ്പർ 1ഉം പേപ്പർ 2ഉം എഴുതണം. ഓൺലൈൻ ടെസ്റ്റ് ഫോർ പേപ്പർ 1 and 2 ഷാൾ ബി ഹെൽഡ് ഇൻ സിംഗിൾ സിറ്റിംഗ് ഓൺലി. അപ്പോൾ ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ ആയിരിക്കും പേപ്പർ 1ഉം 2വിൻ്റെ എക്സാം വരിക. അത് മെയിൻസിൻ്റെ കേസിലാണ്, പ്രിലിംസിലല്ല. അപ്പോൾ പ്രിലിംസിൽ നമുക്ക് ഫേസ് 1 എന്നും പറഞ്ഞുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 2 എക്സാമാണ് ഉള്ളത്. അത് ഒരു ദിവസം തന്നെ ആയിരിക്കും. അത് പേപ്പർ 1 എന്നും പേപ്പർ 2 എന്നുമാണ് അറിയുക. ഓക്കെ, ഇനി നമ്മൾ ഫേസ് 1ലേക്ക് കടക്കുമ്പോൾ ഫേസ് 1ൽ നമ്മൾ ജസ്റ്റ് പാസ്സായാൽ മാത്രമേ ഫേസ് 2ലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഫേസ് 1ൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ ഫേസ് 2ലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഫേസ് 1നെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ ജനറൽ സ്റ്റഡീസ്, കറണ്ട് അഫെയർ, അങ്ങനെ കുറേ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതുപോലെ ഇത് ഇംഗ്ലീഷ് മാത്രമേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നുള്ളൂ. 2 ലാംഗ്വേജിലാണ് ഈ എക്സാം നടക്കുന്നത്, ഇംഗ്ലീഷും ഹിന്ദി. റീസണിങ്ങും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ജനറൽ അഫെയർസ്, കറണ്ട് അഫെയർസും ജനറൽ സ്റ്റഡീസും വേണമെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി എടുക്കാം, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇംഗ്ലീഷും റീസണിങ് എബിലിറ്റി, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും കറണ്ട് അഫെയർസും എല്ലാം 25 മാർക്കിനാണ്. ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ് വരിക. 25 ക്വസ്റ്റിന് 25 മാർക്ക്. പക്ഷേ 15 മിനിറ്റ് ഡ്യൂറേഷനേ ഉള്ളൂ. ഏതാണ്ട് ഒരു മിനിറ്റ് കഷ്ടിച്ച് പോയി നമുക്ക് ഒരു ക്വസ്റ്റിന് കിട്ടുന്നില്ല. ഇതിനർത്ഥം എന്താണ്? നിങ്ങൾ FCIയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഡെയിലി പഠിക്കുക. ഡെയിലി നാളെ ആവട്ടെ എന്ന് മുന്നോട്ട് പോകാതെ ഇന്ന് നിങ്ങൾ എത്ര ചെയ്തോ അത്രയും പഠിക്കുക. ഇംഗ്ലീഷും റീസണിങ്ങും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും കറണ്ട് അഫെയറൊക്കെ നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കെങ്കിലും പഠിച്ചു വെക്കുക. നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കിന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫുള്ളിന് വേണ്ടി പഠിക്കുക, അവിടെ ചെന്ന് ജയിക്കാനുള്ള മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. മാത്സും ബാങ്കിൻ്റെ AFOൻ്റെ SSCയുടെ കിട്ടാവുന്നിടത്ത് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏണസ്റ്റിലെ സാറന്മാരോട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് സൊല്യൂഷൻ സാറന്മാർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 60 മിനിറ്റാണ് 100 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടുന്നത്. അപ്പം അതാണ് നമുക്ക് ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് അല്ലേ. 60 മിനിറ്റ് കൊണ്ട് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ റീസണിങ്ങും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡൊക്കെ ചെയ്ത് പഠിച്ചവർക്കറിയാം ഭയങ്കര പാടാണ്. നമ്മൾ കുറേ സമയം എടുത്താൽ മാത്രമായിരിക്കും ആൻസർ കിട്ടുക. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും ചെയ്ത് വന്ന് ഫുള്ള് വേസ്റ്റ് ആയിപ്പോൾ. അപ്പം നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക, ഡെയിലി നിങ്ങൾ പഠിക്കുക, ഡെയിലി നിങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടൂ. അടുത്തത് വരുന്നതാണ് ഫേസ് 2 പേപ്പർ. ഫേസ് 1 നിങ്ങൾ ജസ്റ്റ് പാസ്സായാലും മതി. പക്ഷേ ഫേസ് 2 അങ്ങനല്ല. ഫേസ് 2വിലെ മാർക്ക് നിങ്ങളെ റാങ്ക് ലിസ്റ്റ്, ഫേസ് 2വിൻ്റെ പേപ്പർ 1ൻ്റെയും പേപ്പർ 2വിൻ്റെയും മാർക്ക് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ബാധിക്കും. അപ്പം പേപ്പർ 1ഉം പേപ്പർ 2ഉം വെച്ച് നോക്കാം. അപ്പോൾ ഫേസ് 2 പറഞ്ഞു. ഫേസ് 2 2 എക്സാം ഉണ്ട്. അറ്റ് 1 ഡേ തന്നെയാണ്, അതേ സമയത്ത് തന്നെയാണ്. അപ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. പേപ്പർ 1നകത്ത് 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിനും 1 മാർക്ക് വീതമാണ്. ഓക്കെ, അപ്പം 120 ക്വസ്റ്റ്യൻ ഉണ്ട്, 1 മാർക്ക് വീതം. അങ്ങനെ 120 മാർക്കാണ്. ഇതിൻ്റെ സമയം കണ്ടോ, 90 മിനിറ്റ്, 1.25 മണിക്കൂറാണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന സമയം. അപ്പം പേപ്പർ 1ന് എത്രയാണ്? 1.25 മണിക്കൂർ. അപ്പം 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 120 ക്വസ്റ്റ്യൻസ് 120 മാർക്കാണ്. ഓർത്തിരിക്കുക, ഫേസ് 2വിൻ്റെ പേപ്പറാണ് നിങ്ങളുടെ മെയിൻസിനെ ബാധിക്കുന്നത്, മെയിൻസിനെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ ബാധിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പേപ്പർ 2 ഉണ്ട്. അത് നമ്മുടെ പോസ്റ്റ് സ്പെസിഫിക് ആയിരിക്കും. ഇപ്പം നമ്മൾ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 അഗ്രികൾച്ചർ പോസ്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിൽ വരുന്ന 60 ക്വസ്റ്റ്യനാണ്. എത്ര ക്വസ്റ്റ്യനാണ്? 60 ക്വസ്റ്റ്യന്. 60 ക്വസ്റ്റ്യനകത്ത് ഓരോന്നിനകത്തും അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെന്നും കൂടെ ഓർത്തിരിക്കുക. എന്ത് ക്വസ്റ്റ്യനാണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. പക്ഷേ നമ്മുടെ ഫേസ് 1ൻ്റെ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ആയിരുന്നു. ഫേസ് 2വിലേക്ക് വന്നപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് വന്നു. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്? 2 മാർക്ക് വീതമാണ്.
അപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെ 120 മാർക്കിനാണ് നമ്മുടെ ഫേസ് 2വിൻ്റെ പേപ്പർ 2 വരുന്നത്. പേപ്പർ 1 120 ക്വസ്റ്റ്യൻസ് 120 മാർക്ക്. പേപ്പർ 2 വരുമ്പോൾ 60 ക്വസ്റ്റ്യൻസ്, അതും മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 2 മാർക്കിന് 120 ക്വസ്റ്റ്യൻസ്. അതിന് നമുക്ക് കിട്ടുന്ന സമയമോ 60 മിനിറ്റ്, കറക്റ്റ് 1 മണിക്കൂർ. അപ്പം നമ്മുടെ മുന്നിൽ സമയം തീരെ കുറവാണ്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് നോളജ് ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് പേപ്പർ 1 എന്താണെന്ന് അറിയത്തില്ല. നോക്കിയാലോ പേപ്പർ 1 എന്താണെന്ന്. ഓക്കെ, ഫേസ് 2വിൻ്റെ പേപ്പർ 1 നമ്മൾ പ്രിലിംസിൽ പഠിച്ച സെയിം സംഭവങ്ങൾ. ഇംഗ്ലീഷ് വന്നു, റീസണിങ് വന്നു, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വന്നു. ഇത് വന്ന് 25 മാർക്കിന്, അതും 25 മാർക്കിന് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സമയം 20 മിനിറ്റ് ഉണ്ട്. ഒരെണ്ണത്തിന് 20 മിനിറ്റ് വീതം 25 ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ജനറൽ സ്റ്റഡീസ്. അതിനകത്ത് വരുമ്പോഴാണ് കംപ്രൈസിങ് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ എക്കണോമി, ജോഗ്രഫിക്ക് 25 മാർക്ക്, ജനറൽ സയൻസ് അപ് ടു 10th ലെവൽ വരെയുള്ള 10 മാർക്ക്, പിന്നെ കറണ്ട് അഫെയർസിന് 5 മാർക്ക്, കമ്പ്യൂട്ടർ അഫെയർസിന് 5 മാർക്ക്. അങ്ങനെ 45 മാർക്കിനാണ് ജനറൽ സ്റ്റഡീസിന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഫേസ് 1 നമ്മൾ ഈ 3 പിന്നെ കുറച്ച് ജനറൽ നോളജും പഠിച്ചിരുന്നു. ഫേസ് 2 പേപ്പർ 1 കണ്ടില്ലേ, സെയിം സാധനം നമ്മൾ പ്രിലിംസിൽ പഠിച്ച ഇംഗ്ലീഷും എബിലിറ്റിയും ആപ്റ്റിറ്റ്യൂഡും എല്ലാം വന്നു. കൂടാതെ 45 മാർക്കിന് ജനറൽ സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഓരോ മാർക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിനെ ബാധിക്കുന്നതായിരിക്കും. ഓർക്കുക, കേരളത്തിനകത്തെ പിള്ളേർ മാത്രമല്ല ഈ എക്സാമിന് പഠിക്കുന്ന, നിങ്ങളോടൊപ്പം ഇന്ത്യ ഫുള്ളായിട്ടുള്ള കുട്ടികൾ നിങ്ങളോട് കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഒരാളാവുക എന്ന് പറയുക ഒരു നിസ്സാരമായ കാര്യമല്ല. അതിന് നല്ല ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി പേപ്പർ 2 വരുമ്പോൾ നമ്മുടെ നെയിം ഓഫ് ദ പോസ്റ്റ് എവിടെയോ അഗ്രികൾച്ചർ ടെക്നോളജി, ബയോടെക്നോളജി, എല്ലാം അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി എല്ലാം ആവാം. 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 120 മാർക്കാണ്. നമ്മൾ കഴിഞ്ഞ് പറഞ്ഞു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 60 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ 120 മാർക്കിനാണ് നമ്മുടെ ഫേസ് 2വിൻ്റെ എക്സാം വരിക. അതിൻ്റെ ഡ്യൂറേഷൻ വരുന്ന 60 മിനിറ്റുമാണ്. എത്രയാണ്? 60 മിനിറ്റ്. അപ്പം നമ്മളുടെ കയ്യിൽ തീരെ സമയമില്ല. നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടല്ലേ. ഫേസ് 1 പഠിക്കാനുണ്ട്, ഫേസ് 2 പഠിക്കാനുണ്ട്, ഫേസ് 2 1 പഠിച്ചവരും കൂടുതൽ ഫേസ് 2 പഠിക്കാനുണ്ട്. അടുത്ത ഫേസ് 2വിൻ്റെ പേപ്പർ 2 നമ്മുടെ സബ്ജക്റ്റും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം നമ്മളുടെ മുന്നിൽ ഇപ്പം ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇപ്പം എല്ലാവരും പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിച്ച് തുടങ്ങാമെന്ന്. ചുമ്മാതാണ്. ഇന്ത്യയിൽ പല കുട്ടികളും നമ്മൾ യൂട്യൂബിൽ ഓരോരോ ക്ലാസ്സുകൾ കാണുമ്പോഴും പല കുട്ടികളും പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. നബാർഡും FCI ഒക്കെ ഫോക്കസ് ചെയ്ത് ഓരോ കുട്ടികളും പഠിച്ച് തുടങ്ങിയിരിക്കുന്നു. നമ്മളാണ് പഠിച്ച് തുടങ്ങാത്തത്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ വിഷമിക്കുന്നവരും എന്തോരം ഭേദമാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പം ഇന്ന് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അടുത്ത FCIയുടെ ഒരു പോസ്റ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ ബുക്കും പേനയുമായിട്ട് ഇരുന്നോളൂ, പഠിച്ചോളൂ. നിങ്ങളെയും കൊണ്ട് പറ്റും. ഓക്കെ, പിന്നെ സിലബസ് നമ്മളിത് ഓൾറെഡി ഒരു വട്ടം നോക്കിയതാണ്. ഒന്നും കൂടെ നോക്കാം. ഫേസ് 2വിൻ്റെ സബ്ജക്റ്റ്, അതായത് ഫേസ് 2വിൻ്റെ പേപ്പർ 2വിൻ്റെ ആണിത്. അഗ്രികൾച്ചർ വരുന്നുണ്ട്, ബോട്ടണി വരുന്നുണ്ട്, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ സംശയമുള്ളവർ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നോക്കുക. പിന്നെ വരിക ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയുമായിട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. അതിനകത്ത് അഗ്രികൾച്ചർ, ബോട്ടണി, സുവോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ, കെമിസ്ട്രി, ഫിസിക്സ്, ഈ 3 സബ്ജക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആസ് യുവർ വിഷാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബോട്ടണി, സുവോളജി പഠിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് കുറച്ച് അറിയാമെന്നുള്ളവർക്ക് ഗ്രൂപ്പ് എ എടുക്കാം. അല്ലെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതെന്നുള്ളവർ ഗ്രൂപ്പ് ബി എടുക്കാം. അപ്പോൾ ഗ്രൂപ്പ് എ വേണോ ഗ്രൂപ്പ് ബി വേണോ എന്ന് തരേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ FCIയുടെ നോട്ടിഫിക്കേഷനെ പറ്റി എനിക്ക് പറഞ്ഞു വരാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ അഗ്രികൾച്ചർ ടെസ്റ്റും ഗ്രേഡ് 2ൻ്റെയും ഫാമേഴ്സിൻ്റെയും ഗ്രേഡ് 2ൻ്റെയും വന്നിരുന്നു. നമ്മൾ ഫസ്റ്റ് അഗ്രികൾച്ചറിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് അഗ്രികൾച്ചർ ടെസ്റ്റും ഗ്രേഡ് 2 ആയിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്നൊരു സിലബസ് ചേഞ്ചായി. നമുക്ക് കിട്ടിയിരുന്ന സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് കോഴ്സ്, അതിൽ നമുക്ക് ഇത്രയും വിജയം ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഫസ്റ്റ് ബാച്ചിൽ തന്നെ നമുക്ക് ഇത്രയും വിജയം കിട്ടിയെങ്കിൽ ഇനി വരാൻ പോകുന്ന ബാച്ചിലും നല്ല വിജയം കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫാമേഴ്സിൻ്റെ ഗ്രേഡ് 2ലും അത്യാവശ്യം നല്ല കുട്ടികൾക്ക് വിജയം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ടു ഓൾ. അപ്പം ഇനി വരാൻ പോകുന്ന നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ ആണെങ്കിലും FCIയുടെ ആണെങ്കിലും നമ്മൾ വിജയം കൈവരിച്ചിരിക്കും. ഏണസ്റ്റ് അക്കാഡമിയിൽ FCIയുടെ കോഴ്സ് അവൈലബിൾ ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്